ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണു. അങ്ങനെ ഞാനിതാ ഇന്ന് ചട്ടിയും കലവുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ സപ്പോർട്ട് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനിതാ ഇന്ന് പൊങ്കാലക്കലത്തിലാണ് കഞ്ഞി വയ്ക്കണത് കേട്ടോ. പൊങ്കാലക്കലവുമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇന്ന് ചെറിയ ചെറിയ അടുക്കള വിശേഷങ്ങളുമായി ഞാനിന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട്. രാവിലെ നേരം വെളുത്ത് വരണതേ ഉള്ളൂ. നല്ല ഇരുട്ടാണ്, ലൈറ്റ് ഇട്ടെങ്കിലും ഒരു ഇരുട്ടിൻ്റെ ഇതുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ കഞ്ഞിക്കൊക്കെ അടുപ്പ് വെച്ചു. ഇനി ഞങ്ങൾക്ക് ചെയ്യാൻ പോകണം എന്താണെന്നറിയാമോ? എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചേമ്പൻ തണ്ട് തോരൻ വയ്ക്കാൻ പോവുകയാണ്. പണ്ട് അമ്മയൊക്കെ ചേമ്പൻ തണ്ട് തോരൻ, ചേമ്പൻ തണ്ട് പുളിങ്കറി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പം ഞാനിങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ചേനത്തണ്ട് തോരൻ വയ്ക്കും. അങ്ങനെ നമുക്കിന്ന് ചേമ്പൻ തണ്ട് തോരൻ വയ്ക്കാം. ഞാനങ്ങനെ അരിയൊക്കെ അടുപ്പിൽ ഇട്ടു. ഇനി നമുക്ക് കുറച്ച് കട്ടൻ ചായ ഒന്ന് കുടിച്ച് കളയാം. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ ഓടിച്ചെന്ന് കുറച്ച് കട്ടൻ ചായ ഇട്ടു, അത് കുടിച്ചു. പിന്നെ ഒരു തൈറോയിഡിൻ്റെ ഗുളികയൊക്കെ കഴിച്ചു. ഇന്നും നമുക്ക് നമ്മുടെ പഴയ കുഞ്ഞമ്മത്തിയാണ്. അങ്ങനെ കുഞ്ഞമ്മത്തി കഴുകിയെടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. എന്നാൽ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇതാ ഞാൻ ചേമ്പൻ തണ്ടിൻ്റെ പുറത്തുള്ള തോടൊക്കെ ഇളക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ചേമ്പൻ തണ്ട് തോരനും കുഞ്ഞമ്മത്തിക്കറിയുമായിട്ടാണ് ഞാനിന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ എന്നും ഞാൻ നിങ്ങളുടെ വീടുകളിലെത്തുന്നതായിരിക്കും. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ ഇടാൻ തുടങ്ങിയത്. അല്ലാതെ ഞാൻ കുറച്ചൊന്നും മടിച്ചതാണ്. എനിക്കിനി വല്ലപ്പോഴും ഒരു വീഡിയോ ഇടാം, ചാനൽ കട്ടായി പോവാതിരിക്കാൻ വേണ്ടി എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ പലരും പുറത്തിറങ്ങിയപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ വീഡിയോ ഇടാത്തതെന്ന്. അതുകൊണ്ട് ഞാൻ തുടങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചേമ്പൻ തണ്ടൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. വെളുത്തുള്ളി, ഉള്ളി, ചേമ്പൻ തണ്ട് എല്ലാം അരിഞ്ഞ് വെച്ചു. പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ്, കടുക്, കറിവേപ്പില എല്ലാം ഇട്ട് മൂപ്പിച്ചു. ഒരു ശകലം വെള്ളം പോലും ഒഴിക്കാൻ പാടില്ല. ചേമ്പൻ നമ്മൾ കഴുകുമ്പോഴും അതിൽ നിന്ന് കുറച്ച് വെള്ളം ചേമ്പൻ തണ്ട് കഴുകിയെടുക്കും. വെള്ളം ഒന്നും ഒഴിക്കേണ്ട, പെട്ടെന്ന് റെഡിയാവാൻ കേട്ടോ. ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ നമുക്ക് തേങ്ങയും പെരുംജീരകവും മുളകും മഞ്ഞളും എല്ലാം കൂടി അരച്ചിട്ട് വന്നു. ചെറിയ ജീരകം അരച്ചാൽ ശരിയാവില്ല, രുചി കാണില്ല. പെരുംജീരകം തന്നെ അരയ്ക്കണം. അങ്ങനെ നമ്മുടെ ചേമ്പൻ തണ്ട് തോരൻ റെഡിയായി. ഇനി നമുക്ക് കുഞ്ഞമ്മത്തിയും കൂടി കറി വയ്ക്കാം. അങ്ങനെ ചേമ്പൻ തണ്ട് തോരൻ ഞാൻ അമ്മിയിലാണ് അരച്ചെടുത്തത്. അപ്പോൾ അമ്മയെ ഒന്ന് കഴുകി ഒതുക്കി വച്ചതിന് ശേഷം നമുക്ക് കുഞ്ഞമ്മത്തി കറി വയ്ക്കാം. അരിയൊക്കെ അടുപ്പിൽ കിടന്ന് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലെ കാപ്പിക്കുന്ന ദോശയും ചമ്മന്തിയൊക്കെ ആയിരുന്നു. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ ഇതാ കുഞ്ഞമ്മത്തി അടുപ്പിൽ വയ്ക്കാൻ പോവുകയാണ്. അതിലേക്ക് വേണ്ടി കടുകും ഉലുവയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് 2 കഷ്ണം ഉള്ളിയും 1 തക്കാളിയും കൂടി മാത്രമാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഞാനിട്ടില്ല, അതിന് ടേസ്റ്റ് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഒരു 2-3 പച്ചമുളകൊന്ന് കീറിയിട്ട് കൊടുത്തു. കാന്താരി മുളക് ഇല്ലാതിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കുറച്ച് സമയം ഒന്ന് വെള്ളം ഒഴിച്ച് കുതിർത്ത് വച്ചതിന് ശേഷം കലക്കി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് പുളിയും ഉപ്പും ഒക്കെ ഇട്ട് അതിനെ ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ട് കുറച്ച് പാത്രങ്ങൾ കിടന്നു, അതിനെയൊക്കെ ഒന്ന് കഴുകി പറക്കി റെഡിയാക്കാമെന്ന് വെച്ചു. അപ്പോഴേക്കും നമ്മളെ മീനിൻ്റെ കൂട്ടെല്ലാം തിളച്ച് വരും. അപ്പം നമുക്ക് കുഞ്ഞമ്മത്തിയെ എടുത്ത് അങ്ങ് തട്ടിക്കൊടുക്കാം. അങ്ങനെ ഞാൻ പാത്രം കഴുകി തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മത്തിക്കറിയുടെ കറിക്കൂട്ട് തിളച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മത്തിയെ തട്ടിക്കൊടുത്ത് തത്തിപ്പൊത്തി വെച്ച് അങ്ങോട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അങ്ങനെ കുഞ്ഞമ്മത്തിയും റെഡിയായി. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീട്ടുവിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാനൊന്ന് പലചരക്ക് വ്യാപാര സ്ഥാപനത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഇവിടെയാണ് ആ കട. ഞങ്ങളുടെ സ്വന്തം നാടാണ്. അവിടുത്തെ അണ്ണൻ ഇവിടെ കുത്തിയിരുന്ന് എൻ്റെ കള്ളക്കണക്ക് നോക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു, ഗുഡ് മോർണിംഗ്.